നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമെത്തി. യുഎയിലെ വിസ സംവിധാനത്തിൽ പുതിയതായി കൊണ്ടുവന്ന മാറ്റങ്ങൾ ഒക്ടോബർ 3 മുതൽ, അതായത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. കൂടുതൽ ലളിതമായ വിസ, പാസ്പോർട്ട് സേവനങ്ങളാണ് ഇതിലൂടെ യുഎഇ അധികൃതർ ലക്ഷ്യമിടുന്നത്. യുഎഇ പാസ്പോർട്ടുകളുടെ 3ാം തലമുറയ്ക്കും പുതിയ അത്യാധുനിക വിസ സംവിധാനത്തിനും തുടക്കം കുറിക്കാൻ സജ്ജമാണെന്ന് യുഎഇയിലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി എന്നിവ അറിയിക്കുകയുണ്ടായി. നിലവിലുള്ള വിസ രീതികൾ കൂടുതൽ ലളിതമാക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ. ഒപ്പം പ്രവാസികൾക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനവും താമസവും കൂടുതൽ സുഗമവും ലളിതവുമായി മാറും. എല്ലാ വിസിറ്റ് വിസകളും സിംഗിൾ, മൾട്ടിപ്പിൾ എൻട്രി സൗകര്യങ്ങളോടെ ലഭ്യമാണ്. നേരത്തെ 30 ദിവസത്തേക്കായിരുന്നു സന്ദർശക വിസയെങ്കിൽ ഇനി 60 ദിവസം വരെ ഇത്തരം വിസകളിൽ രാജ്യത്ത് താമസിക്കാം. വിസ അനുവദിക്കുന്ന അതേ കാലയളവിലേക്ക് അവ ദീർഘിപ്പിക്കുകയും ചെയ്യാം. തൊഴിൽ അന്വേഷിക്കാനായി സ്പോൺസറുടെ ആവശ്യമില്ലാത്ത പ്രത്യേക വിസകൾ അനുവദിക്കും. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ പട്ടിക അനുസരിച്ച് 1, 2, 3 സ്കിൽ ലെവലുകളിൽ വരുന്ന ജോലികൾക്കായാണ് ഈ വിസ അനുവദിക്കുക. ഒപ്പം ലോകമെമ്പാടുമുള്ള മികച്ച 500 സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊഴിൽ പരിചയമില്ലാത്ത ബിരുദധാരികൾക്കും ജോലി കണ്ടെത്താനുള്ള വില ലഭിക്കും. രാജ്യത്ത് സന്ദർശകനായി എത്തുന്ന ഒരാൾക്ക് തന്റെ ബന്ധുവോ സുഹൃത്തോ ആയി ഒരു യുഎഇ പൗരനോ അല്ലെങ്കിൽ യുഎഇയിലെ സ്ഥിര താമസക്കാരനോ ഉണ്ടെങ്കിൽ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കാം. ഇതിനും സ്പോൺസറുടെ ആവശ്യമില്ല. 5 വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസകൾക്കും സ്പോൺസർ ആവശ്യമില്ല. രാജ്യത്ത് 90 ദിവസം വരെ തുടർച്ചയായി താമസിക്കാൻ അനുമതി ഉണ്ടാകും. ഇതാവശ്യമെങ്കിൽ പിന്നീട് 90 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്യാം. എന്നാൽ 1 വർഷം 180 ദിവസത്തിൽ കൂടുതൽ യുഎഇയിൽ താമസിക്കാൻ സാധിക്കില്ല. ഈ വിസയ്ക്ക് $4000 തുല്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് തെളിയിക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുന്ന കാലയളവിന് 6 മാസം മുൻപ് വരെയുള്ള സമയത്തെ ബാങ്ക് ബാലൻസ് ആണ് പരിശോധിക്കുക. ഫാമിലി സ്പോൺസർഷിപ്പ് നിബന്ധന: ആൺമക്കളെ 25 വയസ്സ് വരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ പ്രവാസികൾക്ക് കൂടെ താമസിപ്പിക്കാം. നേരത്തെ ഈ പ്രായപരിധി 18 വയസ്സായിരുന്നു. അവിവാഹിതരായ പെൺമക്കളെ പ്രായപരിധിയില്ലാതെ തന്നെ സ്വന്തം സ്പോൺസർഷിപ്പിൽ താമസിക്കാനാവും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രായപരിധി പരിഗണിക്കാതെ സ്പോൺസർ ചെയ്യാം. ഗ്രീൻ റെസിഡൻസിയിലൂടെ അടുത്ത ബന്ധുക്കളെയും സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരാം. ഗോൾഡൻ വിസയിൽ മാറ്റം: കൂടുതൽ വിഭാഗങ്ങളിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിൽ ഗോൾഡൻ വിസ സംവിധാനത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗോൾഡൻ വിസ ലഭിക്കാൻ ആവശ്യമായ മിനിമം മാസ ശമ്പളം 50,000 ദിർഹത്തിൽ നിന്ന് 30,000 ദിർഹമാക്കി കുറച്ചു. മെഡിസിൻ, സയൻസ്, എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, നിയമം, കൾച്ചർ ആൻഡ് സോഷ്യൽ സയൻസ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. ഇവർക്ക് യുഎഇയിൽ സാധുതയുള്ള തൊഴിൽ കരാർ ഉണ്ടാവണം. ഒപ്പം യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ പട്ടിക അനുസരിച്ച് 1ഉം 2ഉം ലെവലിലുള്ള ജോലികൾ ചെയ്യുന്നവർ ആയിരിക്കുകയും വേണം. 2 മില്യൺ ദിർഹം മൂല്യമുള്ള വസ്തുവകകൾ സ്വന്തമാക്കിയാൽ നിക്ഷേപകർക്ക് യുഎഇയിൽ ഗോൾഡൻ വിസ ലഭിക്കും. ചില പ്രത്യേക പ്രാദേശിക ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പയും ഇതിനായി എടുക്കാൻ അനുമതിയുണ്ട്. ഗോൾഡൻ വിസയുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ തന്നെ മക്കളെ സ്പോൺസർ ചെയ്യാം. ഒപ്പം എത്ര പേരെ വേണമെങ്കിലും സപ്പോർട്ട് സ്റ്റാഫായി സ്പോൺസർ ചെയ്യുകയും ചെയ്യാം. 6 മാസത്തിലധികം യുഎഇക്ക് പുറത്ത് താമസിച്ചാലും ഈ വിസകൾക്ക് പ്രശ്നമുണ്ടാവില്ല. ഗ്രീൻ വിസ: പ്രൊഫഷണലുകൾക്ക് സ്പോൺസർ ആവശ്യമില്ലാതെ 5 വർഷം യുഎഇയിൽ താമസിക്കാം. സാധുതയുള്ള തൊഴിൽ കരാറും ഒപ്പം കുറഞ്ഞത് 15,000 ദിർഹം ശമ്പളവും ഉണ്ടായിരിക്കണം. ഫ്രീലാൻസർമാർക്കും നിക്ഷേപകർക്കും ഈ വിസയ്ക്ക് അപേക്ഷ നൽകാം. ഗ്രേസ് പീരീഡ്: വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നേരത്തെ 30 ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു വ്യവസ്ഥയെങ്കിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യം വിടാൻ 6 മാസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. എന്നാൽ എല്ലാത്തരം വിസകൾക്കും ഇത് ബാധകമാണോ എന്ന് വ്യക്തമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.